മനുഷ്യഹൃദയങ്ങളെ വല്ലാതെ നോവിച്ചുകൊണ്ട് വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടും ഉണ്ടായ ഉരുൾപൊട്ടലുകളിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കായി ഒഴുകിയെത്തുന്ന മനുഷ്യസ്നേഹം ആർക്കുവേണ്ടി തുടിക്കുന്നുവോ ആ ജീവിതങ്ങൾക്ക് സംലഭ്യമാക്കുവാൻ വേണ്ട അതിശീഘ്രമായ ക്രമീകരണങ്ങൾ നടത്തുവാൻ സർക്കാരിനാവണം. അങ്ങനെ മതത്തിന്റെയോ ജാതിയുടെയോ രാഷ്ട്രീയത്തിന്റെയോ ഒന്നും വേലിക്കെട്ടുകളില്ലാതെ ഒഴുകിയെത്തുന്ന സ്നേഹനദികൾ ലക്ഷ്യം കാണട്ടെ. സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കണം. റീബിൽഡ് കേരള എന്ന പോലെ കേൾക്കാൻ ഇമ്പമുള്ള ശീർഷകങ്ങൾ മെനഞ്ഞാൽ പോരാ, അതിലൂടെ എന്ത് ചെയ്യാനായെന്നും ചെയ്യുന്നു എന്നും ജനങ്ങളെ അറിയിക്കണം. ഈ സർക്കാരിന്റെ കാലത്ത് 2018 മുതൽ ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങൾക്ക് ഇരയായവർക്കായി എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് വിവരം ശേഖരിച്ചു വരുന്നു എന്ന് ഉത്തരം നൽകുന്ന സർക്കാർ രീതി ഇക്കാര്യത്തിലെങ്കിലും ഇല്ലാതായാൽ അത് ഇടത് സർക്കാർ വരുത്തുന്ന വലിയ തിരുത്തലുകളിൽ ഒന്നാവും. സർക്കാരിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുകയും ചെയ്യും. വീടുകൾ തന്നെ 1500-ലേറെ അമ്പരപ്പിക്കുന്ന സ്നേഹസാക്ഷ്യങ്ങളാണ് ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. 100 വീതം വീടുകൾ ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞവരിൽ കോൺഗ്രസ് നേതാവും വയനാട്ടിലെ MP-യുമായ രാഹുൽ ഗാന്ധിയും കർണാടകത്തിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും മുസ്ലിം ലീഗും കേരളത്തിലെ കത്തോലിക്ക മെത്രാന്മാരും ഉണ്ട്. ഇത് തന്നെ 400 വീടുകളായി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കോളേജുകളിലെ നാഷണൽ സർവീസ് സ്കീമുകൾ മുഖേന 15 വീടുകളാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരും 100 വീടും സ്ഥലവും വാഗ്ദാനം ചെയ്യുന്നു. അതായത് വീടുകളുടെ എണ്ണം 650 ആയിരിക്കുന്നു. മലയാളത്തിലെ ഒരു ചാനൽ ഉടമ വാഗ്ദാനം ചെയ്തതായി മാധ്യമങ്ങളിൽ കണ്ടത് 500 വീടുകളും സ്ഥലവുമാണ്. ശോഭ ഗ്രൂപ്പ് 50 വീട്, KGA ഗ്രൂപ്പ് 50 വീട്, ഗോകുലം ഗ്രൂപ്പ് 25 വീട്, DYFI 25 വീട്, ഇങ്ങനെ പോകുന്നു പ്രഖ്യാപനങ്ങൾ. അതായത് ഏകദേശം 1500 വീടുകൾക്കുള്ള വാഗ്ദാനങ്ങൾ ഇതിനകം ഉണ്ടായിക്കഴിഞ്ഞു. 1ഉം 2ഉം വീടുകൾ വാഗ്ദാനം ചെയ്തവർ വേറെയുമുണ്ട്. മറ്റ് പാർട്ടിക്കാരേക്കാൾ കുറയാത്ത സഹായവുമായി എത്തുമെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പുനരധിവാസത്തിനായി കോഴിക്കോട് രൂപത വക സ്ഥലം കൊടുക്കാമെന്ന് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ആവശ്യപ്പെടുന്ന സഹായം മാനന്തവാടി രൂപതയും വാഗ്ദാനം ചെയ്തു. സർക്കാർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് തയ്യാറാണെന്ന് കാന്തപുരം മുസ്ലിയാരും അറിയിച്ചിട്ടുണ്ട്. പുനരധിവാസ പാക്കേജിൽ നിർമ്മിക്കുന്ന മുഴുവൻ വീടുകൾക്കും ആവശ്യമായ ഫർണിച്ചറുകൾ നൽകുമെന്ന് ഫർണിച്ചർ മാനുഫാക്ചേഴ്സ് ആൻഡ് മർച്ചന്റ്സ് വെൽഫെയർ അസോസിയേഷൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഒരു വീട്ടിലേക്ക് ആവശ്യമായ കട്ടിൽ, കിടക്ക, തലയിണകൾ, ബെഡ്ഷീറ്റ്, ഡൈനിങ് ടേബിൾ, 4 ഡൈനിങ് കസേരകൾ, 2 അലമാര, 2 പ്ലാസ്റ്റിക് ചെയർ, ഡ്രോയിംഗ് റൂമിൽ 4 കസേര, ടീപ്പോയ്, ഡോർമാറ്റുകൾ എന്നിവയാണ് ഫ്യൂമ നൽകുന്ന 3 കോടിയിലേറെ രൂപ വില വരുന്ന ഫർണിച്ചറുകൾ നൽകും. വാഗ്ദാനങ്ങൾ നൽകിയവരെയെല്ലാം സർക്കാർ ഔദ്യോഗികമായി ബന്ധപ്പെടണം. വീട് വാഗ്ദാനം ചെയ്തവർക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സ്ഥലവും പ്ലാനും കൊടുക്കണം. ഓരോരുത്തർക്കും അവരുടേതായ പ്രദേശങ്ങൾ കോളനി നിർമ്മാണത്തിന് കൊടുക്കാം. ഓരോ ഇടത്തെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ സർക്കാരും വിലയിരുത്തണം. പുരോഗതിയുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്തണം. സഹായിക്കുവാൻ മുന്നോട്ട് വന്നിട്ടുള്ളവരുടെ കാര്യങ്ങളിൽ സർക്കാർ ചെയ്യേണ്ടത് ഇത്തരം പ്രവൃത്തികളാണ്. സർക്കാർ ആവശ്യപ്പെടുന്ന സഹായം ചെയ്യാമെന്ന് പറഞ്ഞവരിൽ നിന്നും സഹായം സ്വീകരിക്കുന്നതിനുള്ള പദ്ധതികൾ സർക്കാർ തയ്യാറാക്കി അവർക്ക് കൊടുക്കണം. സർക്കാർ ഇത്തരം കാര്യങ്ങളിലെല്ലാം നല്ല ഫെസിലിറ്റേറ്റർ ആവുകയാണ് വേണ്ടത്. വാഗ്ദാനം ചെയ്ത ആരെങ്കിലും പിന്മാറിയാൽ അക്കാര്യവും സർക്കാർ ജനങ്ങളെ അറിയിക്കണം. ജനങ്ങൾ എല്ലാം അറിയട്ടെ. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വീഴ്ച വരുന്നു എന്നത് പ്രതിപക്ഷത്തിന്റെ പതിവ് വിമർശനം മാത്രമല്ല, സത്യമാണ്. ദുരന്തം ഉണ്ടാകുമ്പോൾ പലരും വലിയ വാഗ്ദാനങ്ങൾ നടത്തും. മാധ്യമങ്ങളും അവ ആഘോഷിക്കും, റേറ്റിംഗ് കൂട്ടും. റേറ്റിംഗ് കൂട്ടാനുള്ള അടുത്ത ഇര വരുമ്പോൾ അവർ അങ്ങോട്ടോടും, എല്ലാം മറക്കും. കേരളത്തിലെ മാധ്യമങ്ങൾ ഒരാഴ്ചയിലേറെ കൂട് കെട്ടിക്കിടന്ന് ആഘോഷിച്ച് റേറ്റിംഗ് കൂട്ടിയ ഷിരൂർ ദുരന്തം എന്തായി? വയനാട് വന്നപ്പോൾ ഷിരൂർ വിഷയമല്ലാതായി. അവിടെ കാണാതായ അർജുനെ പോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള 2 പേരെയും കാണാതായിരുന്നതായി അറിഞ്ഞു. അവരുടെ അമ്മയും സഹോദരനും അവിടെ ഉണ്ടായിരുന്നു. ആരും കാര്യമായി അറിഞ്ഞില്ല. കേരളത്തിൽ കൺമുൻപിൽ മുങ്ങിയ ഒരു സഹോദരനെ 3 ദിവസം തെരഞ്ഞിട്ടും തെരഞ്ഞവർക്കല്ല കിട്ടിയത് എന്ന സത്യം നിലനിൽക്കെ എത്ര വിമർശനങ്ങളായിരുന്നു ഷിരൂരിലെ അന്വേഷണത്തെക്കുറിച്ച്. അവസാനം എല്ലാം അവിടെ നിർത്തി വയനാട്ടിന് പോന്നു.
വയനാട്ടിലെ പോലെ വിലങ്ങാടും 18 വീടുകൾ ഒഴുകിപ്പോയി. 183 കുടുംബങ്ങളുടെ ഭൂമിയും വിളയും നഷ്ടമായി. അതും മാധ്യമങ്ങൾക്ക് വിഷയമാകുന്നതായി കണ്ടില്ല. ഭരണകക്ഷിക്കാരനും മുഖ്യമന്ത്രിയുടെ സ്വന്തവുമായ കെ.ടി. ജലീൽ ചോദിക്കുന്നത് തന്നെ കേൾക്കുക. കവളപ്പാറയിൽ 5 വർഷം മുമ്പുണ്ടായ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ലീഗുകാർ പണിത് കൊടുക്കാമെന്ന് പറഞ്ഞ വീട് ഇനിയും കൊടുത്തിട്ടില്ലെന്ന് കുറ്റപ്പെടുത്തിയ ജലീൽ അവിടെ ലീഗ് പണിയുന്നത് താജ്മഹലോ എന്ന് പരിഹസിച്ചു. 42 വീടുകൾ തകരുകയും 86 വീടുകൾ താമസയോഗ്യമല്ലാതാവുകയും ചെയ്ത ദുരന്തമായിരുന്നു കവളപ്പാറയിലേത്. അവിടെ ലീഗ് പണിയാമെന്ന് പറഞ്ഞ വീടുകൾ ഇനിയും ആയിട്ടില്ല എന്നതും സത്യം. അവിടെ കേടുവന്ന 128 വീടുകൾ സർക്കാരും യൂസഫ് അലിയും ചേർന്ന് പണിതു കൊടുത്തു. ലീഗ് പറഞ്ഞ 10 വീടുകൾ ആർക്കാവും കൊടുക്കുക? ജലീൽ ചോദിച്ചു. ഇതിനായി പിരിച്ച തുകയുടെ കണക്കും ജലീൽ ചോദിച്ചു. അതോടെ ലീഗ് നേതാവ് വഹാബ രംഗത്ത് വന്നു. കവളപ്പാറയ്ക്കായി പ്രത്യേകം ഫണ്ട് പിരിവ് നടത്തിയില്ലെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന കമ്മിറ്റി പിരിച്ച തുക ഓരോ ജില്ലയിലും സഹായമായി കൊടുത്തെന്നും എല്ലാം അദ്ദേഹം വിശദീകരിച്ചു. കവളപ്പാറയ്ക്കായി പണിയുന്ന 10 വീടുകൾ ഉടൻ കൈമാറും എന്നും അദ്ദേഹം അറിയിച്ചു. അതായത് ദുരന്തം കഴിഞ്ഞ് 5 വർഷം പിന്നിടുമ്പോൾ സഹായം എത്തുന്നു. ഇതാവരുത് ഇത്തവണയെങ്കിലും സ്ഥിതി. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ലീഗിന്റെ സഹായ സമാഹരണ രീതി ഏറെ പ്രശംസിക്കപ്പെട്ടപ്പോഴാണ് കവളപ്പാറ കഥ വന്നത്. ദുരിതാശ്വാസത്തിനായി ജനങ്ങളോട് സഹായം മേടിക്കുന്നവർ സർക്കാർ അടക്കം കണക്ക് സുതാര്യമായി പ്രസിദ്ധീകരിക്കണം. വിനിയോഗിച്ച രീതി, നിർമ്മിച്ചു കൊടുത്ത വീടുകൾ എന്നിവയുടെ വിവരങ്ങളും പ്രസിദ്ധീകരിക്കണം. രണ്ടായിരത്തി 2018 പ്രളയകാലത്ത് ആലപ്പുഴ ജില്ലയിലെ 12 പഞ്ചായത്തുകളിൽ കമ്മ്യൂണിറ്റി സെന്ററുകൾ പണിതു നൽകുവാൻ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്നും 36 കോടി രൂപ KSFEക്ക് കൈമാറി. വെള്ളപ്പൊക്കം വന്നാൽ ജനങ്ങൾക്ക് അഭയം നൽകുന്നതിനുള്ള ലക്ഷ്യത്തോടെയായിരുന്നു അത്. ഇതുവരെ പണി നടന്നില്ല. പണവും പലിശയും പ്രത്യേക അക്കൗണ്ടിൽ കിടക്കുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും ആരാണ് ഉത്തരവാദി? ഉത്തരവാദികൾക്കെതിരെ സർക്കാർ നടപടി ഉണ്ടാകുമോ? ഇവരെ തന്നെ പുതിയ പണികളും ദൗത്യങ്ങളും ഏൽപ്പിക്കുന്നത് കാണുമ്പോൾ എന്ത് പറയണം? ബൈബിളിലെ യജമാനന്റെ പണം കുഴിച്ചിട്ട വേലക്കാരനെ പുറത്താക്കിയതുപോലെയെങ്കിലും ഇത്തരക്കാരോട് ചെയ്യണ്ടേ? 2021 ഒക്ടോബർ 21 കോട്ടയം ജില്ലയിലെ കൂട്ടിക്കലും ഇടുക്കി ജില്ലയിലെ കൊക്കയാറിലും ഉണ്ടായ ദുരന്തകാലത്തും ഇതുപോലെ വിലാപങ്ങളും വാഗ്ദാനങ്ങളും വന്നു. കത്തോലിക്ക സഭയും ചില മതസംഘടനകളും പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ മാത്രം നടന്നു. ദുരന്തത്തിൽ കോട്ടയം, ഇടുക്കി ജില്ലകളെ ബന്ധിപ്പിക്കുന്ന 17 പാലങ്ങൾ തകർന്നു. പ്രഖ്യാപനങ്ങൾ പലതും ഉണ്ടായിരുന്നു. എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം ചെയ്യാനുണ്ട് എന്ന് സർക്കാരിന് പറയാമോ? ആഗോളതാപനം മൂലം ഉണ്ടാകുന്ന തീവ്ര മഴ മൂലമുള്ള ദുരന്തങ്ങൾ കേരളത്തിൽ തുടർക്കഥയാവുകയാണ്. ദുരന്തം നടക്കുമ്പോൾ പ്രഖ്യാപനങ്ങളുമായി വരുന്നവർ പ്രഖ്യാപിക്കാതെ പോലും ജനങ്ങളെ സഹായിക്കേണ്ട സർക്കാർ ഇവർ ചെയ്തതുകൂടി ജനങ്ങളോട് പറയണം. ജീവനക്കാരുടെ സാലറി ചലഞ്ച് അടക്കം പല മാർഗത്തിലൂടെ കിട്ടുന്ന തുകയുടെ കണക്ക് പറയണം. ഓരോ ദിവസവും സംഭാവന തന്ന വലിയവരുടെ കണക്കുകൾ പുറത്തുവിടുമ്പോൾ ഓരോ ദിവസത്തെയും ആകെ തുകയുടെ കണക്കും ഈ ദുരന്തത്തിനായി കിട്ടിയ തുകയുടെ കണക്കും പുറത്തുവിടണം. ജീവനക്കാർ 5 ദിവസത്തെ ശമ്പളം തന്നാൽ 400 കോടി രൂപ കിട്ടും എന്നതാണ് കണക്ക്. ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കുന്നതിനുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. അത് പൊതുവായ നിധിയാണ്. വിധവയുടെ ചില്ലിക്കാശുകൾ വീഴുന്ന സ്ഥലമാണിത്. ഇക്കുറി തന്നെ 8ാം ക്ലാസ്സുകാരി ഒരു പെൺകുട്ടി തന്റെ കമ്മൽ വിറ്റുകിട്ടിയ 12,000 രൂപ നിധിയിലേക്ക് സംഭാവന ചെയ്തത് വലിയ വാർത്തയായി. കോടീശ്വരന്മാരും ജനനേതാക്കളും ഒക്കെ തരുന്ന സംഭാവനകളെക്കാൾ എത്രയോ ത്യാഗത്തിന്റെ പണമാണത്. പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹ ചെലവിനും വലിയ പണച്ചെലവുള്ള ചികിത്സകൾക്ക് പോലും സഹായം കൊടുക്കുന്നത് ഈ നിധിയിൽ നിന്നുമാണ്. ഈ നിധിയും ഓരോ ദുരിതങ്ങൾക്ക് സമാഹരിക്കുന്ന തുകയും ഒന്നിപ്പിക്കുന്നത് തന്നെ മണ്ടത്തരമാണ്. അകാലത്തിൽ മരിച്ച 2 ഇടത് രാഷ്ട്രീയ നേതാക്കളുടെ കുടുംബങ്ങൾക്ക് നിധിയിൽ നിന്നും നൽകിയ സഹായം വിവാദമായത് അതുകൊണ്ടാണ്. 2018 വെള്ളപ്പൊക്കക്കാലത്ത് കിട്ടിയ തുകയിൽ നിന്നുമാണ് അത് എടുത്തതെന്ന് ആരോപണം വന്നു. കൃത്യമായ വിശദീകരണം ആരും കൊടുത്തില്ല. ജനത്തിന് അമർഷമുണ്ടായി. 2 ഇടത് നേതാക്കളുടെ കുടുംബങ്ങളെ സഹായിക്കുവാൻ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം കൊടുത്തു എന്ന വാർത്ത വല്ലാത്ത അമർഷമുണ്ടാക്കി. ലോകായുക്തയിൽ പരാതി വന്നു.
ഇക്കാര്യത്തിലെ നടപടിക്രമം ശരിയായില്ല. പക്ഷേ നടപടിയിൽ പിശകില്ല എന്ന വിധി വന്നെങ്കിലും ജനം സമ്മതിച്ചിട്ടില്ല. രാജ്യസഭ MP ജോസ് കെ മാണി തനിക്ക് വികസന പ്രവർത്തനങ്ങൾക്കായി ലഭിക്കുന്ന ഫണ്ടിന്റെ 1 കോടി ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ നിധിയിലേക്ക് നീക്കിവെച്ച് കാണിച്ച മാതൃക മറ്റ് രാജ്യസഭാ MP മാരും അനുകരിക്കേണ്ടതാണ്. അവർക്ക് ഏത് മണ്ഡലത്തിലും തുക വിനിയോഗിക്കാം എന്നാണല്ലോ ചട്ടം. ഇത്തരം വലിയ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യസഭാംഗം MP മാർ അവരുടെ 1 വർഷത്തെ MP ഫണ്ട് മുഴുവൻ വയനാടിനായി നീക്കിവെച്ചാൽ വലിയ സഹായമാവില്ലേ? വയനാട് ദുരന്തം സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ അനാവശ്യമായ പോര് ഉണ്ടാവുന്നത് സങ്കടകരമാണ്. കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് പ്രാദേശിക ഭരണ സംവിധാനത്തിന്റെ ഒത്താശയോടെ നടക്കുന്ന അനധികൃത മാനുഷ്യവാസവും ഭൂമി കയ്യേറ്റവും അനധികൃത ഖനനവും ഒക്കെയാണ് ഉരുൾപൊട്ടലിന്റെ കാരണം എന്ന് മറ്റു പലരെയും പോലെ ആവർത്തിച്ചു. ഈ ആരോപണം ആദ്യമായി ഉന്നയിക്കുന്ന ആളല്ല കേന്ദ്ര വനം മന്ത്രി. കേരളത്തിലെ മുൻ CPM മന്ത്രി VS അച്യുതാനന്ദൻ അടക്കമുള്ള പലരും ഈ നിലപാടുകാരായിരുന്നില്ലേ? കുടിയേറ്റക്കാരെ കാട്ടുകൊള്ളക്കാർ എന്ന് വിളിക്കുന്നതായിരുന്നില്ലേ ഇവിടുത്തെ രീതി? ആഗോള താപനം മൂലം ഉണ്ടാക്കുന്ന കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഇരകളാവുകയാണ് നാം എന്ന സത്യം ഇന്ന് കൂടുതൽ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞതുകൊണ്ട് കേന്ദ്രമന്ത്രിയുടെ വാക്കുകൾ വല്ലാത്ത വേദന ഉണ്ടാക്കുന്നതും അടിസ്ഥാനരഹിതവുമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായി തിരിച്ചടിച്ചു. ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ നിന്ദിക്കുകയാണ്. ദുരന്ത വാർത്ത അറിഞ്ഞ ഉടനെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുകയും സഹായങ്ങൾ എത്തിക്കുകയും ചെയ്ത കേന്ദ്ര സർക്കാർ ഇപ്പോൾ മാറിക്കളിക്കുന്നത് പോലെ കേന്ദ്രം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും കേരളം ജാഗ്രതയോടെ പ്രവർത്തിക്കാതിരുന്നത് കൊണ്ടാണ് ഇത്രയും വലിയ ആൾനാശം ഉണ്ടാകേണ്ടി വന്നത് എന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് വസ്തുതാപരമായി ശരിയല്ലെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഉരുൾപൊട്ടൽ നടന്ന ശേഷമാണ് പെരുമഴ സംബന്ധിച്ച മുന്നറിയിപ്പ് കിട്ടിയത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അമിത്ഷായ്ക്കെതിരെ അവകാശ ലംഘനത്തിന് കോൺഗ്രസ് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. വീണയുടെ മെന്റർ കാര്യത്തിൽ കുഴൽനാടൻ കൊടുത്ത അവകാശ ലംഘന നോട്ടീസ് പോലെ പരാതിയിൽ കാര്യമുണ്ടെങ്കിലും അതും സ്പീക്കർക്ക് തള്ളാമെങ്കിലും വലിയ കുടുക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി വിശദീകരണം കൊടുക്കണം. കുടിയേറ്റക്കാർ എല്ലാം ക്രൈസ്തവരാണ് എന്ന ധാരണയിൽ അവരെ കയ്യേറ്റക്കാർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചവർക്ക് ഇപ്പോൾ തിരുത്തേണ്ടി വരുന്നത് നല്ല സൂചനയാണ്. '2009 വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ മേളയിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ SCRT മുൻ ഡയറക്ടർ ഡോക്ടർ MA ഖാദർ അധ്യക്ഷനായി സർക്കാർ 2017 നിയോഗിച്ച 3-അംഗ സമിതി 2019 ജനുവരിയിൽ അവരുടെ റിപ്പോർട്ടിന്റെ 1-ാം ഭാഗം സമർപ്പിച്ചു. 3 മാസം കൊണ്ട് റിപ്പോർട്ട് തരണം എന്ന് നിർദ്ദേശിച്ച് നിയോഗിച്ച കമ്മിറ്റിയുടെ കാലാവധി സർക്കാർ നീട്ടിക്കൊണ്ടിരിക്കുന്നു. അതിലെ പല നിർദ്ദേശങ്ങളോട് കടുത്ത എതിർപ്പ് ഉയർന്നിരുന്നു. ഇവ എങ്ങനെ നടപ്പാക്കണം എന്നത് സംബന്ധിച്ച 2-ാം ഭാഗം 2022 കമ്മിറ്റി സർക്കാരിന് സമർപ്പിച്ചു. അതിലെ ശുപാർശകൾ നടപ്പാക്കുന്നതിന് നിയോഗിച്ച കോർ കമ്മിറ്റിയുടെ റിപ്പോർട്ടും കിട്ടി. ഒന്നും സർക്കാർ പുറത്തുവിട്ടില്ല. എന്നാൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള വിദ്യാഭ്യാസ നിയമവും ചട്ടങ്ങളും ഭേദഗതി ചെയ്യുന്നതിന് സർക്കാർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയോഗിച്ചു. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ നിർണായകമായ മാറ്റങ്ങളാണ് ഉണ്ടാകുവാൻ പോകുന്നത്. പ്രീ ഡിഗ്രി കോളേജുകളിൽ നിന്നും മാറ്റി ഹയർ സെക്കൻഡറി തലം ഉണ്ടായ ശേഷം വരുന്ന വലിയ മാറ്റമാണിത്. അന്ന് സെക്കൻഡറി മേഖലയിലെ പ്രൈമറി മേഖലയിലോ ഒരു മാറ്റവും ഉണ്ടായില്ല. എന്നാൽ ഇപ്പോൾ സെക്കൻഡറിയും ഹയർ സെക്കൻഡറിയും ചേരാൻ പോകുന്നു. അധ്യാപക യോഗ്യതകളിൽ മാറ്റം വരുന്നു. അധ്യാപകരുടെ പുനർവിന്യാസം വേണ്ടിവരുന്നു. പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള 4 തലങ്ങളിലെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ബാധിക്കുന്നതാണ് മാറ്റം. സ്വകാര്യ സ്കൂൾ നിയമനങ്ങൾ PSCക്ക് വിടണം, അല്ലെങ്കിൽ അതിനായി പ്രത്യേക ബോർഡ് വേണം. എല്ലാ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ആക്കണം. സെക്കൻഡറി അധ്യാപകർക്കെല്ലാം പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം. എല്ലാ അധ്യാപകരും ബിരുദധാരികളാകണം. സ്റ്റാഫ് ഫിക്സേഷൻ എല്ലാ വർഷവും വേണ്ട, 3 വർഷത്തിലൊരിക്കൽ മതി. സീനിയോറിറ്റിക്ക് പുറമെ പ്രാഗൽഭ്യം കൂടി നോക്കിയാവണം അധ്യാപകരുടെ പ്രൊമോഷൻ. SSLC +2 പരീക്ഷകൾ ഏപ്രിലാക്കണം. 1 മുതൽ 6 വരെ ക്ലാസുകളിൽ 200 ദിവസവും 8 മുതൽ 12 വരെ ക്ലാസുകളിൽ 220 ദിവസവും സാധ്യങ്ങളാവണം. ക്ലാസ് സമയം രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആക്കണം. അധ്യാപക സംഘടനകൾക്ക് അംഗീകാരം കൊടുക്കുന്നതിന്
റഫറണ്ടം നടത്തണം. 8 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ 35 കുട്ടികളെ ആകാവൂ. പരമാവധി 45. ഇപ്പോഴത് 65ഉം 3-4 ക്ലാസുകളിൽ 30ഉം ആണ് ആകാവുന്നത്. ഒരു കാരണവശാലും 36ൽ കൂടരുത്. 1-2 ക്ലാസുകളിൽ 25 പേരാണ് ഐഡിയൽ തുടങ്ങിയ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ശുപാർശകൾ സംബന്ധിച്ച ചർച്ച അനിവാര്യമാണ്. പക്ഷേ സർക്കാർ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല. പണ്ടോരയുടെ പെട്ടി തുറക്കാനുള്ള ഭയമാണ് സർക്കാരിന്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പരീക്ഷയിൽ ജയിക്കുന്നതിന് സബ്ജക്ട് മിനിമം ഏർപ്പെടുത്തുന്നതായി പ്രഖ്യാപനം വന്നു. 24 മാർക്കാണ് മിനിമം വേണ്ടത്. പണ്ടത് സബ്ജക്റ്റുകൾക്ക് 35ഉം ഭാഷയ്ക്ക് 40ഉമായിരുന്നു. ഹിന്ദിക്ക് 35ആയിരുന്നു മിനിമം. 24-25ൽ 8ാം ക്ലാസ്സിലും 25-26ൽ 9ലും 26-27ൽ 10ലും മിനിമം മാർക്ക് നടപ്പാക്കും. മിനിമം മാർക്ക് കിട്ടാത്തവർക്ക് സ്പെഷ്യൽ ക്ലാസുകൾ നടത്തി മികവുണ്ടാക്കും. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്ന ഒരു നിബന്ധന തന്നെയാണ് അത്. എന്നാൽ നിയമനങ്ങൾ PSCക്ക് വിടണം, അല്ലെങ്കിൽ നിയമനത്തിന് പ്രത്യേക ബോർഡ് വേണം എന്ന ശുപാർശയുടെ പിന്നിൽ പല ഉദ്ദേശങ്ങളുള്ളതായി വിമർശിക്കപ്പെടുന്നു. പാരീസിൽ നടക്കുന്ന 33ാമത് ഒളിമ്പിക്സിൽ മിന്നും ജയങ്ങൾ കുറിച്ച ഇന്ത്യയുടെ അഭിമാന ഭാജനമായ വിനേഷ് ഫോഗട്ട് ശരിക്കും കണ്ണീരിന്റെ പുത്രിയായി. 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈലിൽ ഫൈനലിൽ എത്തിയ അവൾ 100 ഗ്രാമിന്റെ തൂക്കക്കൂടുതൽ കൊണ്ട് അയോഗ്യയാക്കപ്പെട്ടു. അതിലൂടെ മെഡൽ കിട്ടിയിരുന്നു എങ്കിൽ എന്നതിനേക്കാൾ അവൾക്ക് ജനഹൃദയങ്ങളിൽ ഇടമായി. ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റും നാടുഭരിക്കുന്ന BJP പാർട്ടിയുടെ MPയുമായിരുന്ന ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് അവൾ അധികൃതരുടെ കണ്ണിലെ കരടായതാണ്. 2023 ജനുവരിയിൽ വിനേഷ് ഫോഗട്ട്, സാക്ഷി മാലിക്, ബജ്രംഗ് പൂനിയ എന്നിവരാണ് ബ്രിജ്ഭൂഷണെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചത്. അവളുടെ പരാതി അന്ന് വേണ്ട വിധത്തിൽ അന്വേഷിക്കപ്പെട്ടില്ല എന്നത് ചരിത്ര സത്യമാണ്. അങ്ങനെ ഇവിടെയും അനീതിയുടെ ഇരയായി. ഫോഗട്ട് ലോക ചാമ്പ്യൻഷിപ്പിൽ 2 വെങ്കലവും കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണവും ഏഷ്യൻ ഗെയിംസിലും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും സ്വർണവും നേടിയിട്ടുള്ള ഈ 29കാരി അങ്ങനെ ഇന്ത്യക്കാരുടെ മനസ്സിൽ കണ്ണീരണിഞ്ഞ ഓർമ്മയായി. പ്രധാനമന്ത്രി മോദി അടക്കമുള്ളവർ അവളെ ആശ്വസിപ്പിച്ചു. ഒളിമ്പിക്സിലെ വനിതകളുടെ 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈലിൽ ലോക 1ാം നമ്പർ താരവും ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവും 4 തവണ ലോക ചാമ്പ്യനുമായ ജാപ്പനീസ് താരം 23കാരിയുമായ സുസാക്കിയെ 2-3 മലർത്തിയടിച്ചുകൊണ്ട് ഫോഗട്ട് നടത്തിയ പടയോട്ടത്തിൽ ഫൈനൽ വരെ അജയ്യമായി തുടർന്നതാണ്. രാജ്യാന്തര മേളയിൽ ഇതുവരെ നടത്തിയ 83 മത്സരങ്ങളിലായി തോൽക്കുന്ന ആദ്യ മത്സരമായിരുന്നു ഇത്. ലോക 1ാം നമ്പറിനെ മലർത്തിയടിച്ചവൾക്ക് 100 ഗ്രാം തൂക്ക കൂടുതലിന് മെഡൽ നഷ്ടമാകുന്നു. ബംഗ്ലാദേശിനെ 20 വർഷം ഭരിച്ച ഏകാധിപതി ഷെയ്ഖ് ഹസീനയ്ക്ക് നാടുവിട്ട് ഓടേണ്ടി വന്നു. അത് അവരുടെ കാലത്ത് സുപ്രീം കോടതി 18 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ച ജയിലിലാക്കിയിരുന്ന ഖാലിദ സിയ അവർ ഒളിച്ചോടിയതിന് പിറ്റേന്ന് തന്നെ ജയിൽ മോചിതയായി. വിധികൾ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന ജഡ്ജിമാർ പ്രാണഭയത്തിലാണ്. നാട് ഭരിച്ചിരുന്ന അവാമി ലീഗിന്റെ ആസ്ഥാനം കത്തിച്ചു. 29 അവാമി ലീഗ് പ്രവർത്തകർ കൊല്ലപ്പെട്ടതായാണ് വാർത്ത. ഇന്ത്യയിലേക്ക് കടന്ന ഹസീന ബ്രിട്ടനിലേക്ക് പോകുവാൻ നോക്കിയെങ്കിലും നടക്കുന്ന മട്ടില്ല. അതുകൊണ്ട് ഫിൻലാൻഡിലേക്കോ മറ്റ് പശ്ചിമേഷ്യൻ രാജ്യത്തിലേക്കോ പോകും എന്നാണ് സൂചന. ഫിൻലാൻഡിൽ അവർക്ക് ബന്ധുക്കളുണ്ട്. അവരുടെ സഹോദരിക്ക് ഷെയ്ഖ് റഹാന ബ്രിട്ടീഷ് പൗരത്വമുണ്ട്. അവരുടെ മകൾ തുലിപ് സിദ്ദിഖ് ബ്രിട്ടനിലെ MPയും ട്രഷറിയുടെ എക്കണോമിക് സെക്രട്ടറിയുമാണ്. 2023 GDPയിൽ ഇന്ത്യയേക്കാൾ വളർച്ച നേടിയ രാജ്യമാണ് ബംഗ്ലാദേശ്. 2013 മുതൽ 23 കാലത്ത് ഏഷ്യ പസഫിക് മേഖലയിൽ 4.3% ശരാശരി വളർച്ചയെങ്കിൽ ബംഗ്ലാദേശിൽ അത് 6.5%. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലും വലിയ കുതിപ്പുണ്ടാക്കി. 2020 മാനവ വികസന ഇൻഡെക്സിലും മികവ് കാട്ടി. ശിശുമരണ നിരക്ക് 1971 151.4 നിന്നും 2022 24.1 കുറഞ്ഞു. ഹസീനയുടെ പിതാവും ബംഗ്ലാദേശിന്റെ സ്ഥാപകനുമായ വങ്ക ബന്ധു ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ വീട് കയ്യേറി 18 കുടുംബാംഗങ്ങളെ വധിച്ച പട്ടാള കലാപത്തിൽ നിന്നും രക്ഷപ്പെട്ട ഹസീന ഇന്ദിരാഗാന്ധിയുടെ സഹായത്തോടെ ഇന്ത്യയിൽ ഒളിച്ചു താമസിച്ചാണ്
ബംഗ്ലാദേശിൽ എത്തി അവാമി ലീഗിന്റെ സാരഥിയായത്. ഹസീനയുടെ ചീനയോടുള്ള അടുപ്പത്തിന്റെ പേരിൽ അമേരിക്കയാണ് കലാപം ആസൂത്രണം ചെയ്തത് എന്നും അല്ല പാകിസ്ഥാൻ ISS ആണ് കലാപം ആസൂത്രണം ചെയ്തതെന്നും ഭാഷ്യങ്ങളുണ്ട്. രണ്ടായാലും ഹസീനയുടെ പതനം ഇന്ത്യക്ക് നല്ലതല്ല. മരണം തൊട്ടടുത്ത് ഉള്ളപ്പോഴും അതേക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത മനുഷ്യനാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് മഹാഭാരതത്തിൽ യുധിഷ്ഠിരൻ പറയുന്നു. അതേപോലെയാണ് ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിലൂടെ ലോകം എത്തിപ്പെടാവുന്ന മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ ലോകം മുന്നോട്ടു പോകുന്നത്. ഇസ്രയേലിന്റെ പിന്നിൽ അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും ചേരുമ്പോൾ ഇറാന് പിന്നിൽ റഷ്യയും ചൈനയും അടക്കമുള്ള വൻ രാജ്യങ്ങൾ നിലയുറപ്പിക്കുന്നു. മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായാൽ അതിന്റെ ആയുധങ്ങൾ എന്തായിരിക്കും എന്ന് പറയാനാവില്ലെന്നും എന്നാൽ അതിനുശേഷം മാനവകുലം ബാക്കി നിന്നാൽ അവരുടെ ആയുധം കല്ലായിരിക്കും എന്നുമാണ് പണ്ഡിതർ പറഞ്ഞിട്ടുള്ളത്. അമേരിക്ക എല്ലാ ദിവസവും ഉന്നതതല യോഗം കൂടി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. അതായത് ഏതവസരത്തിലും അവർ യുദ്ധം പൊട്ടിപ്പുറപ്പെടും എന്ന് ഭയപ്പെടുന്നു. ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടതും ഹിസ്ബുള്ള നേതാവ് ഫൗദ് ഷക്കൂർ ബൈറൂട്ടിൽ കൊല്ലപ്പെട്ടതും മധ്യപൂർവ്വ പ്രദേശത്താകെ ഭീതി വിതച്ചിട്ടുണ്ട്. ഒക്ടോബർ 7-ന് ശേഷം പ്രോ ഇറാൻ നെറ്റ്വർക്കിലെ 39 കമാൻഡർമാരെ ഇസ്രയേൽ കൊന്നു. ഇറാൻ തക്ക സമയത്ത് കടന്നാക്രമിക്കും എന്നാണ് എല്ലാവരും കരുതുന്നത്. അമേരിക്കയും ഇസ്രയേലും നിതാന്ത ജാഗ്രതയിലും ആണ്. തീവ്രവാദ വലതുപക്ഷം ലോകത്താകെ ശക്തമാവുകയാണ്. അവർ അധികാരത്തിൽ എത്തുന്നത് തടയാൻ ബാക്കി എല്ലാവരും ഒന്നിക്കുന്നുണ്ടെങ്കിലും ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള മുന്നേറ്റം എന്നതുകൊണ്ട് അവരെ ഇല്ലാതാക്കുവാനാകില്ല. ജനാധിപത്യത്തിന്റെ എല്ലാ ശത്രുക്കളെയും പോലെ അവരും ആ ഭരണക്രമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് തഴച്ചു വളരുകയാണ്. ബ്രിട്ടനിലെ പുതിയ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന് 4000 പേരെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഒരാഴ്ച മുമ്പ് സൗത്ത് പോർട്ടിലെ കമ്മ്യൂണിറ്റി സെന്ററിൽ വെൽഷിന്റെ തലസ്ഥാനമായ കാർഡിഫിൽ ജനിച്ച ക്രൈസ്തവരായ റുവാൻഡൻ ദമ്പതികളുടെ 17 വയസ്സുള്ള മകൻ 3 പെൺകുട്ടികളെ കുത്തിക്കൊന്നതാണ് ഈ കലാപത്തിലേക്ക് നയിക്കപ്പെട്ടത്. ഒരു മുസ്ലിം യുവാവാണ് അത് ചെയ്തത് എന്ന വാർത്തയാണ് കലാപം അഴിച്ചുവിട്ടത്. യൂറോപ്പിലെ മിക്കവാറും രാജ്യങ്ങളിൽ വലതുപക്ഷ തീവ്രവാദം ശക്തമാവുകയാണ്. സ്വന്തം നാട്ടിൽ ജീവിക്കാൻ ആവില്ലെന്ന നിലയിലേക്ക് കുടിയേറ്റക്കാർ തങ്ങളുടെ രാജ്യത്തെ നയിക്കുന്നു എന്നതാണ് വലതുപക്ഷക്കാരുടെ ചോദ്യം. അവർ കളത്തിന് ഇറങ്ങുന്നത് കൃത്യമായ ലക്ഷ്യത്തോടെയാണ്. അതിന് കാരണം പലപ്പോഴും ഇടതുപക്ഷത്തിന്റെ മതേതരക്കാരുടെയും ന്യൂനപക്ഷ പ്രീണനമാണ്. ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിൽ വർഗീയത കാണാത്തവർ വലതുപക്ഷക്കാരുടെ കാര്യത്തിൽ വർഗീയത കാണുന്നു. ഈ സമീപനവും വലതുപക്ഷ തീവ്രവാദത്തെ ഊതിക്കത്തിക്കുന്നുണ്ട്. വരാപ്പുഴ അതിരൂപതയിലെ മാടവന സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആഗ്ന സ്വീകരിച്ച വിശുദ്ധ കുർബാന അവളുടെ നാവിൽ രക്തം കിനിയുന്ന മാംസകഷ്ണമായി. 2024 ജൂലൈ 21, ജൂലൈ 28, ഓഗസ്റ്റ് 4 തീയതികളിലാണ് സംഭവം. ഞായറാഴ്ച കുർബാനയ്ക്ക് മധ്യേ വികാരി ഫാദർ സെബാസ്റ്റ്യൻ വട്ടപ്പറമ്പിലിൽ നിന്നുമാണ് ആഗ്ന വിശുദ്ധ കുർബാന സ്വീകരിച്ചത്. ജൂലൈ 21-ന് ഞായറാഴ്ച ദിവ്യകാരുണ്യം കയ്യിൽ സ്വീകരിച്ചപ്പോൾ തന്നെ തിരുവോസ്തിയിൽ നിന്നും അവളുടെ കൈയിലേക്ക് രക്തം ഒഴുകി. പകച്ചുപോയ അവൾ കൂട്ടുകാരിയെ കാണിച്ചു. അവർ ഒന്നിച്ച് സൺഡേ സ്കൂൾ ഹെഡ് മിസ്ട്രസിനെ കാണിച്ചു. അച്ഛൻ രക്തശരീരമായി രൂപാന്തരം പ്രാപിച്ച ആ തിരുവോസ്തി കൈക്കാരന്മാരെയും മറ്റുള്ളവരെയും കാണിച്ചു. അവർ ഈശോയെ ആരാധിച്ചു. അച്ഛൻ അറിയിച്ചതനുസരിച്ച് വരാപ്പുഴ അതിരൂപതയിൽ നിന്നും ഒരു വൈദികനെ എത്തി കൊണ്ടുപോയി. അടുത്ത സംഭവം നടന്നത് ജൂലൈ 28-നായിരുന്നു. അന്ന് അവളുടെ നാവിൽ തിരുവോസ്തി മാംസകഷ്ണം പോലെ രൂപാന്തരം പ്രാപിച്ചു. പല്ലുകളുടെ കൂടെ സഹായത്തോടെയാണ് അവൾ തിരുവോസ്തി നാവിൽ നിന്നും പുറത്തെടുത്തത്. അന്ന് ആർച്ച് ബിഷപ്പ് ഹൗസിൽ നിന്നും വന്ന ചാൻസലർ അച്ഛനാണ് രക്തശരീരമായി രൂപാന്തരം പ്രാപിച്ച തിരുവോസ്തി ബിഷപ്പ് ഹൗസിലേക്ക് കൊണ്ടുപോയത്. ഓഗസ്റ്റ് 4-ന് ഞായറാഴ്ച ആഗ്ന സ്വീകരിച്ച തിരുവോസ്തി ഹൃദയത്തിന്റെ രൂപത്തിലുള്ള രക്തം പൊടിക്കുന്ന മാംസകഷ്ണമായി. ബിഷപ്പ് ഹൗസിലേക്ക് ആ തിരുശരീരം കൊണ്ടുപോകുന്നതിന് ആർച്ച് ബിഷപ്പ് ജോയ് കളത്തിപ്പറമ്പിൽ തന്നെ വന്നു. അദ്ദേഹം ഇടവക ജനത്തോട് ഒപ്പം ഈശോയെ ആരാധിക്കുകയും തിരുശരീരം കൊണ്ടുപോവുകയും ചെയ്തു. 800-ൽ ലാച്ചിയാനോയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം മുതൽ ഇന്ന് വരെ ഇത്തരം സംഭവങ്ങളെ ആദരവോടെയാണ് സഭ വീക്ഷിക്കുക. പക്ഷേ അതിസ്വാഭാവിക സംഭവമോ എന്ന് അതേക്കുറിച്ച് പറയുവാൻ വിശദമായ പഠനം നടത്തും.
അത് സംഭവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് തീർപ്പ് കൽപ്പിക്കുന്നതിനാണ്. ആദ്യകാലത്തൊന്നും ഇന്നത്തെ പോലെ വിശദമായ പഠനം ഉണ്ടായിരുന്നില്ല. എങ്കിലും മെത്രാൻ അംഗീകരിക്കുന്നതുവരെ അത്ഭുതമായി ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നില്ല. 1385 ആംസ്റ്റർഡാമിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തോട് ചില സാമ്യങ്ങൾ മാടവന സംഭവത്തിൽ കാണാം. അന്ന് ഒരു രോഗിക്ക് വൈദികൻ കൊടുത്ത തിരുപ്പാതയം അദ്ദേഹം ഛർദ്ദിച്ചു കളയുകയായിരുന്നു. ഛർദിൽ കോരിയ സ്ത്രീ അതെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചപ്പോൾ തിരുവോസ്തി പറന്നുയർന്നു നിന്നു. അതിൽ നിന്നും വല്ലാത്ത പ്രകാശം പടർന്നു. സ്ത്രീക്ക് പേടിയായി. അവൾ ഓസ്തിയെടുത്ത് തുണിപ്പെട്ടിയിൽ ഒളിച്ചു വെച്ചു. രാത്രിയായപ്പോൾ തുണിപ്പെട്ടിയിൽ നിന്നും ശക്തമായ പ്രകാശം പുറത്തേക്ക് വരാൻ തുടങ്ങി. പെട്ടി തുറന്നു നോക്കിയപ്പോൾ തിരുവോസ്തിയിൽ നിന്നുമാണ് പ്രകാശം വരുന്നത്. ഭയന്നുപോയ അവൾ രാവിലെ ഇടവക പള്ളിയിൽ ചെന്ന് വികാരി അച്ഛനോട് പറഞ്ഞു. അദ്ദേഹം നിർദ്ദേശിച്ചതനുസരിച്ച് അവൾ ഒരു തിരശ്ശീലയിൽ പൊതിഞ്ഞ് തിരുവോസ്തി പള്ളിയിൽ എത്തിച്ചു. അച്ഛൻ അത് വാങ്ങി സക്രാരിയിൽ വെച്ച് പൂട്ടി. പക്ഷേ അന്ന് രാത്രിയിലും പെട്ടിയിൽ നിന്നും പ്രകാശം പരക്കുകയായി. തുറന്നു നോക്കിയപ്പോൾ തിരുവോസ്തി അവിടെ. പിറ്റേന്ന് രാവിലെ അവൾ ഓടി പള്ളിയിലെത്തി വിവരം പറഞ്ഞു. കൗതുകം തോന്നിയ അച്ഛൻ വീട്ടിലെത്തി കുറെ പ്രാർത്ഥനകൾക്ക് ശേഷം തിരുവോസ്തിയുമായി മടങ്ങി. അന്ന് രാത്രിയിലും പക്ഷേ പെട്ടിയിൽ നിന്നും പ്രകാശം പരന്നു. വിവരം അറിഞ്ഞ അച്ഛനും പകച്ചു. ഈ അത്ഭുതം നാടറിയത്തക്ക വിധം പ്രദക്ഷിണമായി അത് പള്ളിയിലേക്ക് കൊണ്ടുപോകുവാൻ ഈശോ ആഗ്രഹിക്കുന്നു. അന്ന് മാർച്ച് 15 ആയിരുന്നു. അച്ഛനും ആ നിർദ്ദേശം പിടിച്ചു. വലിയ ആഘോഷമായി ദിവ്യകാരുണ്യ പ്രദക്ഷിണമായി അവർ തിരുവോസ്തി ബസിലിക്കയിലേക്ക് കൊണ്ടുപോയി. അന്നു മുതൽ ആംസ്റ്റർഡാം നഗരത്തിൽ എല്ലാ മാർച്ച് 15-നും ആഘോഷമായ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കുന്നു. അതുപോലെ ഇവിടെ ആർച്ച് ബിഷപ്പ് വന്ന് ദിവ്യകാരുണ്യം കൊണ്ടുപോകണമെന്നതായിരിക്കും ഈശോ ആഗ്രഹിച്ചത്. അതുകൊണ്ടാവാം 3 ഞായറാഴ്ചകളിൽ സംഭവം തുടർന്നത്. എന്തുകൊണ്ട് വരാപ്പുഴ രൂപതയിലെ 60 വർഷം മാത്രം പഴക്കമുള്ള മാടവന പള്ളിയിൽ? കൃത്യമായ ഉത്തരം ആർക്കും പറയാനാവില്ല. ഒന്നുണ്ട്, വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്ന ഒരു ജനതയുടെ മുന്നിൽ അടയാളം പ്രവർത്തിച്ചുകൊണ്ട് ഭൗതികമായ വ്യാഖ്യാനങ്ങൾക്ക് വല്ലാതെ കഷ്ടപ്പെടാത്ത ഒരു വിശ്വാസ സമൂഹത്തിന് മുന്നിൽ രൂപാന്തരപ്പെട്ടുകൊണ്ട് സമീപത്തെല്ലാം ഉള്ള വല്ലാത്ത വ്യാഖ്യാനക്കാർക്ക് മാനസാന്തരം ഉണ്ടാകുന്നതിന് ദൈവം ഇടപെട്ടതാവാം. സഭ നിഷ്കർഷിക്കുന്ന വിധത്തിൽ കുർബാന അർപ്പിക്കുന്ന അനുസരണയുള്ള വൈദികനാണ് ഫാദർ സെബാസ്റ്റ്യൻ വട്ടപ്പറമ്പിൽ. സാധാരണക്കാരായ നാം എന്തെല്ലാം കാണേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം എറണാകുളം ബസിലിക്കയിൽ നടന്ന ദിവ്യകാരുണ്യ നിന്ദയെക്കുറിച്ച് പോലുള്ള സൂചനയല്ലേ? എന്തുകൊണ്ട് 10ാം ക്ലാസ്സുകാരി ആഗ്നയുടെ നാവിൽ? ആർക്കും കൃത്യമായ ഉത്തരം പറയാനാവാത്ത ചോദ്യമാണത്. മാതാവ് എന്തുകൊണ്ട് കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെടുന്നു എന്ന ചോദ്യത്തെക്കുറിച്ച് വല്ലാതെ ആകുലനായിരുന്ന ഒരാളോട് മാതാവ് പറഞ്ഞതായി വെളിപ്പെടുത്തിയ ഒരു കാരണം ഞാൻ പറയുന്നത് അവർ വിശ്വസിക്കുന്നത് കൊണ്ടാണ് എന്നാണ്. അതായത് കുട്ടികളുടെ വിശ്വാസം അവരെ ഉപകരണങ്ങളാക്കുവാൻ സ്വർഗത്തെ പ്രേരിപ്പിക്കുന്നു എന്നത്. ഏതായാലും സംഭവം പ്രസിദ്ധമായതോടെ ആഗ്നയെ തൊടാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ ജനപ്രവാഹമായി അവളുടെ അപ്പൻ പറഞ്ഞു. അവൾ ഒരു സാധാരണ കുട്ടിയാണ്. അതുകൊണ്ട് അത്തരം ഭക്തി പ്രകടനമൊന്നും വേണ്ടെന്ന് അവളുടെ അപ്പൻ പറഞ്ഞു. ഷീലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.